സദൃശവാക്യങ്ങൾ 9:8 പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജ്ഞാനിയുടെ ലക്ഷണം ശാസനയെ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു വിഷയമാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവപൈതൽ അവൻ ജ്ഞാനിയായിരിക്കണമെന്നും നിങ്ങളിൽ ജ്ഞാനം കുറവുണ്ട് എന്ന് തോന്നുന്നവൻ ഔദാര്യമായി കൊടുക്കുന്നവനായി എന്നോട് ചോദിക്കട്ടെ, അപ്പോൾ അവന് ജ്ഞാനം ലഭിക്കപ്പെടും എന്നുമാണ് ദൈവവചനം പഠിപ്പിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതൽ ജ്ഞാനിയായിരിക്കണം, ജ്ഞാനത്തിൽ നടക്കുന്നവനുമായിരിക്കണം. ഒരിക്കലും ഒരു ദൈവപൈതൽ പരിഹാസിയായിരിക്കരുത്. പരിഹാസികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ഇടയാകുകയും അരുത്. കാരണം പരിഹാസികളെ ദൈവം വെറുക്കുന്നു. പ്രിയരെ, ജ്ഞാനിയായവൻ ഒരിക്കലും ശാസനയെ വെറുക്കുകയില്ല. മറിച്ച് ശാസന ലഭിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവനായി തീരും. ശാസനയെ തിരസ്കരിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നവൻ ജ്ഞാനി ആയിരിക്കില്ല. അവനെ പരിഹാസി എന്നാണ് തിരുവചനം സംബോധന ചെയ്യുന്നത്. കർത്താവിൽ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ശാസനയെ ഇഷ്ടപ്പെടുന്നവനായിരിക്കണം. ശാസിക്കുന്നവനെ സ്നേഹിക്കുവാൻ കഴിയുന്നവനാണ് ജ്ഞാനി. കാരണം അവനറിയാം, ഞാൻ നാശത്തിലേക്ക് വീഴ്ത്തപ്പെടാതിരിക്കുവാനും ഞാൻ ഭോഷനായി പോകാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് എന്നെ ശാസിക്കുന്നത്. പ്രിയരെ, അത്യന്തികമായി എൻ്റെ വീഴ്ച ആഗ്രഹിക്കുന്നവർ എന്നെ ശാസിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് അവർ എന്നെ ശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ശാസിക്കുന്നവരെ പകയ്ക്കുന്നതിന് പകരം സ്നേഹിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവാണ് ജ്ഞാനം. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് എന്നെ നടത്തുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആരെങ്കിലും കണ്ടാൽ അവരെന്നെ അത് തിരുത്തണം, അവരെന്നെ ശാസിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവർ നമ്മെ ശാസിക്കുന്നെങ്കിൽ ഞാൻ ശാസിക്കുന്നവരെ പകയ്ക്കുന്നതിന് പകരം സ്നേഹിക്കുകയാണ് വേണ്ടത് എന്ന തിരിച്ചറിവ് ജ്ഞാനം ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുക. എല്ലാം കൊണ്ടും ശാസന ഒരു ഔഷധം തന്നെ. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത് എന്ന് സദൃശവാക്യങ്ങളിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു. നിരന്തരമുള്ള പുകഴ്ചയും മുഖസ്തുതികളും ഒരുവനെ വീഴ്ചയിലേക്കും അഹങ്കാരത്തിലേക്കുമേ നയിക്കുകയുള്ളൂ. ഏത് കഴിവുള്ളവനും ഏത് നിലയിലുള്ള അറിവുള്ളവനും ശാസന ശാന്തമായി കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും ആവശ്യമായ കാതുകളും മനസ്സും ഉള്ളവനാകണം. പലപ്പോഴും ശാസന അവസരങ്ങളാണ് എന്ന് മറക്കരുത്. ശാസനയ്ക്കകത്ത് സ്നേഹം മറഞ്ഞിരിക്കുന്നുണ്ട്. സ്നേഹം ഒരിക്കലും അനീതിയും കളങ്കവും ഉൾക്കൊള്ളുകയില്ല, അതിൽ സന്തോഷിക്കുകയുമില്ല. സ്നേഹം എപ്പോഴും നീതി ആഗ്രഹിക്കുന്നു, സത്യം സംസാരിക്കുന്നു. സ്നേഹം എപ്പോഴും നമ്മെ സമീപിക്കുന്നത് ചിരിച്ച് കളിച്ചുകൊണ്ടായിരിക്കില്ല. പലപ്പോഴും സ്നേഹം നമുക്ക് കിട്ടുന്നത് ശാസനയുടെ രൂപത്തിലായിരിക്കും. അതിനെ അവഗണിക്കരുത്, അതിനെ നിന്ദിക്കരുത്. അങ്ങനെ ചെയ്യുന്നവർ തങ്ങളുടെ വഴികൾ അടയ്ക്കുകയും തങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തി കളയുകയുമാണ് എന്ന് മറക്കരുത്. ശാസന ഇഷ്ടപ്പെടുക അത്ര എളുപ്പമായ കാര്യമൊന്നുമല്ല. ശാസന കേൾക്കുന്നത് അത്ര സന്തോഷകരമായ അനുഭവവുമല്ല. എന്നാൽ ശാസന കേൾക്കുന്നത് ജ്ഞാനിയുടെ ലക്ഷണമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ശാസിക്കുന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവനാണ് ജ്ഞാനി. എന്നാൽ ശാസിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. ഹൃദയത്തിൽ പക വെച്ചുകൊണ്ടാകരുത് ശാസിക്കുന്നത്. സൗമ്യതയുടെ ആത്മാവിലാവണം അന്യനെ ശാസിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സഹോദരന്മാരെ,
ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികനായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴാണ് ഈ കാര്യം ആ ലേഖനത്തിൽ കൂടി ദൈവജനത്തെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ശാസനയുടെ ലക്ഷ്യം യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. ഒരുവനെ നശിപ്പിക്കുവാനുള്ള ശാസനയും വിമർശനവും ആത്മീയതയിൽ നിന്നും ഒരിക്കലും ഉളവാകുകയില്ല. അത് പൈശാചികമാണ് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കുക. സൗമ്യതയോടെ ശാസിക്കപ്പെടുമ്പോഴാണ് ശാസനയെയും ശാസകനെയും സ്നേഹിക്കുവാനുള്ള മനോഭാവം ഉളവാക്കപ്പെടുന്നത്. പ്രിയരെ, ദൈവഭയമുള്ള ഒരു വിശ്വാസിക്ക് ശാസിക്കുവാനും ശാസന സ്വീകരിക്കുവാനും ഇടയാകുന്ന ആത്മീയ മനോഭാവം ഉണ്ടെങ്കിലേ ഒരു യഥാർത്ഥ വിശ്വാസിയായിരിക്കുവാൻ, ഒരു യഥാർത്ഥ വിശുദ്ധനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. നാം ആരും ശാസനയ്ക്ക് അതീതരല്ല. കൂട്ടുകാരൻ്റെ, കൂട്ടുവിശ്വാസികളുടെ തെറ്റിൽ പങ്കാളിയാകുക എന്നുള്ളതല്ല, അവൻ്റെ പാപത്തിന് ഓഹരിക്കാരനാകുക എന്നുള്ളതല്ല, മറിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിൽ കൂടി ദൈവകരങ്ങളിൽ ഉപകരിക്കപ്പെടുന്നവരായി തീരുവാൻ കഴിയുന്ന ഒരു ജ്ഞാനിയായി തീരുവാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിന്റെ ചിന്ത കേൾക്കുന്ന ഏവർക്കും കഴിയണം. ലേവ്യ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. കൂടപ്പുറപ്പേ, താങ്കളുടെ ജീവിതത്തിൽ ശാസന ഇഷ്ടപ്പെടാറുണ്ടോ? ശാസിക്കുന്നവരെ സ്നേഹിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജ്ഞാനിയായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നുണ്ടോ? ശാസനയെ ഇഷ്ടപ്പെടുകയും ശാസകനെ സ്നേഹിക്കുകയും ചെയ്യുവാൻ ഇടയായി തീരട്ടെ. അതിനുള്ളൊരു മനോഭാവം നാം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക. അപ്രകാരം നമ്മൾ അവസരങ്ങൾ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുക. ദൈവാനുഗ്രഹം നമ്മുടെ മേൽ വീഴ്ത്തപ്പെടുവാൻ, നമ്മൾ ആത്മാവിൽ വളർന്നവരായി തീരുവാനും ദൈവം നമുക്ക് ഒരുക്കി തരുന്ന അവസരങ്ങളെ ഉപയോഗിച്ച് ജ്ഞാനിയായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. അതിനു വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങളും മുഖാന്തരങ്ങളും ഒക്കെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ട്, കർത്താവ്, ഞാൻ അതിനു വേണ്ടി ഒരു ജ്ഞാനിയാകേണ്ടതിനു വേണ്ടി, ജ്ഞാനിയായി ജീവിക്കേണ്ടതിനു വേണ്ടി, ശാസന ഇഷ്ടപ്പെടേണ്ടതിനു വേണ്ടി, ശാസിക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു തരുന്ന കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൻ്റെ സഹായം എനിക്ക് നൽകി തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി, നല്ല അനുഭവങ്ങൾക്കായി, നല്ല ഈ ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ഏറിയ അളവിൽ പകരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജ്ഞാനിയുടെ ലക്ഷണം ശാസനയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ ശാസന വെറുക്കുന്നവരായിട്ടല്ല, ശാസിക്കുന്നവരെ ദ്വേഷിക്കുന്നവരുമായിട്ടല്ല കർത്താവെ, മറിച്ച് ശാസനയെ ഇഷ്ടപ്പെട്ട് ശാസിക്കുന്നവരെ സ്നേഹിക്കുന്നവരായും ആ ശാസനയുടെ പുറകിലുള്ള ദൈവോദ്ദേശം മനസ്സിലാക്കി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരുക്കി ജ്ഞാനികളായി ജീവിക്കേണ്ടതിനു വേണ്ടിയും ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഉയരത്തിലെ ശക്തിയെ പകരണമേ, ഉയരത്തിലെ ജ്ഞാനത്തെ പകരണമേ. ഇന്നിൻ്റെതായ മറുപടികളും അനുഗ്രഹങ്ങളും സൗഖ്യമായി, വിടുതലുകളായി, സുരക്ഷിതത്വമായി, പരിപാലനമായി, സംരക്ഷണമായി ഒക്കെ പകർന്നു കൊടുത്ത് കർത്താവെ, ചില അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ ഇടയാക്കി തീർക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.